പാടും. എന്തായി നമ്മുടെ ക്രിസ്മസ് ഇന്റർവ്യൂ? സാർ അത് പറയാനാണ് ഞാൻ വന്നത്. നമുക്ക് ഈ പ്രോഗ്രാമിന് ഏറ്റവും ഡിസർവിങ് ആയിട്ടുള്ള ആളെ തന്നെ കിട്ടി. ആളുടെ പേര് സേവിയർ എന്നാണ്, കൂലിപ്പണിക്കാരനാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് പുള്ളി എല്ലാ ക്രിസ്മസിനും മുടങ്ങാണ്ട് തെരുവിൽ ആരോരും ഇല്ലാത്തവരില്ലേ അവർക്ക് അന്നദാനം ചെയ്യും. അത് അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കണേന്ന് 100 രൂപ വെച്ച് ദിവസം മാറ്റി വെച്ചിട്ട്. അതിന് സാർ ഇങ്ങനെ ഒരാൾ ഇന്റർവ്യൂ ചെയ്തത് എത്ര പേർക്ക് ഇൻസ്പിറേഷനാവും. ബെസ്റ്റ്. തനിക്കെന്താ തലക്കല്ല സുഖമില്ലേ? ഇവിടെ നാട്ടുകാരെ മാതൃ പഠിപ്പിക്കാനുള്ളവരുടെ ഉള്ളത്. നമ്മുടെ ചാനലിൽ 10 പൈസ ഉണ്ടാക്കുള്ളവരുടെ ഉള്ളത്. സെലിബ്രിറ്റീസിന് അല്ലാതെ വേറെ ആരുടെ പരിപാടി നമ്മൾ ചാനൽ ചെയ്യുന്നില്ല. സാർ പ്ലീസ്. വേറെ ആരുടെ പേര് പറയണ്ട. ഉണ്ട് സാർ. വിഷ്ണുദാസ് ഡിഗ്രി സ്റ്റുഡൻ്റ് ആണ്. പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സ്പോർട്സ് ഐറ്റംസിനും വിന്നറാണ്. കൂടാതെ ക്ലാസ് ടോപ്പറും കൂടി. ഇവിടെ തന്നെ സോഷ്യൽ സ്റ്റഡീസ് നിർത്തിയിട്ടേ അയാൾക്ക് ഇൻസ്റ്റയിൽ എത്ര ഫോളോവേഴ്സ് എന്ന് പറയും? 10.2K. സാർ ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. എന്തിന് സാർ ഈ പറഞ്ഞ വിഷ്ണുവിന് അച്ഛനില്ല. ആകെ ഉള്ളത് വയ്യാത്തൊരമ്മ അനിയത്തി മാത്രമാണ്. ഇവരെ നോക്കാൻ വേണ്ടിയിട്ടാണ് ക്ലാസ് കഴിഞ്ഞ് പാർട്ട് ടൈം വർക്കിനും കൂടി പോകുന്നുണ്ട്. അങ്ങനെ ഒരു കുട്ടീനെ നമ്മൾ ഇന്റർവ്യൂ ചെയ്ത സമൂഹത്തിൽ എത്ര പേർക്ക് അതൊരു മാതൃകയോ? ഇനിയിപ്പോൾ മാതൃകയുടെ കാര്യം പോട്ടെ, ആ ഇന്റർവ്യൂ കണ്ട ഏതെങ്കിലും മനസ്സിലുള്ള ഒരാൾ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത വിഷ്ണുവിന്റെ ലൈഫ് മാത്രമല്ല നമ്മുടെ നാടിന് നാളെ അഭിമാനിക്കാനുള്ള ഒരാളും കൂടിയാണ് വരാൻ പോകുന്നത്. ഇവിടെ ഇതൊക്കെ ഇട്ട് എത്ര പേര് കാണും? ഇവിടെ മാസാവസാനേ ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ശമ്പളം കൊടുക്കണ്ടേ? എൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കാൻ പറ്റില്ല. എൻ്റെ കഞ്ഞൂര് പൊട്ടിച്ചിട്ട് ഒരാൾക്കും ജീവിതം ഉണ്ടാക്കാൻ നിൽക്കണ്ട. മനസ്സിലായോ? മനസ്സിലായി സാർ. സാർ പാടും. സാർ ആ വൈറലായ തുണിവയ്ക്ക് വാസു താഴെ വന്നിരിപ്പുണ്ടല്ലോ. ദൈവം പുള്ളി എത്തിയാ? എത്ര ദിവസം പുള്ളിയുടെ ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്? ഒരു 25,000 ഓഫർ ചെയ്തിട്ട് ഇപ്പോൾ വന്നത് തന്നെ. തന്നെ പോയി വേണ്ടതിലൊന്ന് സൽക്കരിച്ച് വിളിക്കുന്നു. ഓക്കെ സാർ. ഓക്കെ. ഇയാളെന്താ കുന്തമണി കളിക്കണത്? പോയ ബാഗ് റെഡി ആവണം. ഇതിൽ നല്ല റേറ്റിംഗ് കൂട്ടാൻ പറ്റുന്ന ആളെ കിട്ടാനില്ല. ഈ ക്രിസ്മസിന് അത് മതി. സാർ ഞാൻ അയാളുടെ പല വീഡിയോസും കണ്ടിട്ടുണ്ട്. എന്തൊക്കെ വൃത്തികേടുകൾ ഇയാൾ ചാനലിൽ കയറിയിരുന്ന് പറയണത്. എന്താ ഞാൻ അയാളോട് ചോദിക്കേണ്ടത്? ഈ വഴി പോണ പെണ്ണുങ്ങളെയൊക്കെ നോക്കി തുണിവൊക്കെ കാണിക്കുമ്പോൾ അയാൾക്ക് എന്ത് സന്തോഷം കിട്ടണമെന്നോ? ഇയാളുടെ ശല്യം സഹിക്കാൻ പറ്റാതെ അവിടുത്തെ നാട്ടുകാരും പോലീസുകാരും കൂടി ഇയാളെ മാനസികാശുപത്രി കൊണ്ടാക്കിയതാ. അവിടെ നിൽക്കേണ്ടി വന്നാൽ ഞാൻ മേളിൽ നിന്ന് എടുത്ത് ചാടുന്നും പറഞ്ഞ് അത് പേടിച്ചിട്ടാണ് ഇയാളെ പുറത്തിറക്കി വിട്ടത്. എന്നിട്ട് അയാളെയൊക്കെ പിടിച്ചിരുന്ന് നമ്മൾ ഇന്റർവ്യൂ ചെയ്യണം. സാർ ദയവേത് ഇങ്ങനെയുള്ളവരെ സെലിബ്രിറ്റികളായി ചിത്രീകരിച്ച് വളർത്തിക്കൊണ്ട് വരരുത്. ഇതിൽ ഇങ്ങനൊരു സാധ്യത ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇതേ പ്രവണതയുള്ള ആൾക്കാർ ഇയാളെ നാളെ അനുകരിക്കാൻ തുടങ്ങും. ഇത് കണ്ട് വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് ശരി ഏതാ തെറ്റേതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാകും. പേരിനും പണത്തിനും പ്രശസ്തിക്കും വേണ്ടി അവരും നാളെ ഓരോ മാർഗങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങും. നമ്മുടെ നാടിന്റെ അന്തസ്സ്, സംസ്കാരം, മാന്യത, മോറൽ വാല്യൂസ്, ക്രമസമാധാനം എല്ലാം തകരും. സമൂഹവും മനുഷ്യരും നശിക്കും. തന്നെ ഈ കഥാപ്രസംഗം നിർത്തിയിട്ടേ പറഞ്ഞ പണി ചെയ്യാൻ പറ്റുമോ? പറ്റില്ല സാർ. നാളെ പോലെ ഞാൻ ഇവിടെ ജോലിക്ക് വേണ്ട. റിസൈൻ ലെറ്റർ കൊടുത്തിട്ട് എനിക്ക് പോവാം. സത്യം പറയുമ്പോൾ എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെ. അതിപ്പോൾ നീതി നടപ്പിലാക്കേണ്ടവർ തുടങ്ങി നേര് ചൂണ്ടിക്കാണിക്കേണ്ട മാധ്യമങ്ങൾ വരെ. എല്ലാവരുടെ അടിസ്ഥാന പ്രശ്നവും പേടിയും ഒന്ന് തന്നെ, സ്വന്തം നിലനിൽപ്പ്. തെറ്റാന്ന് ഉറപ്പുള്ള കാര്യത്തിന് കൂട്ടുനിൽക്കില്ലെന്ന് ഓരോ വ്യക്തിയും തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ നമ്മുടെ നാടിൽ. പക്ഷേ ഗതികേടിന് അതിൽ ചില നാട്ടുകാർ തന്നെയായി തെറ്റിന് വളമിടുന്നത്.